ചേട്ടാ, ആദ്യം സുരേഷ് ഗോപി, ഞാനാണ് മകൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നെപ്പോക്കിറ്റ് എന്ന പ്രസ്താവന ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും നെപ്പോക്കിറ്റ് തന്നെയാണ്. ഞാൻ നെപ്പോക്കിറ്റ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത്. അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിനൊരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞുനാളോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല. അപ്പം അങ്ങനെ നെപ്പോക്കിറ്റ് എന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 പ്രോജക്ട്സ് JSK, കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബ്വിയസ് ആണ്. സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കണം. ഇത് പേര് ഈ ടാഗ്ലൈൻ മാറ്റണം എന്നുള്ളത് ഇനിയുള്ള ഫിലിമില്, അപ്കമിങ് ഫിലിംസിൽ ഇപ്പോൾ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യും എന്തായാലും. അപ്പം അത് മാറ്റണം എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വേണ്ടേ? ഇപ്പോൾ ഫസ്റ്റ് 2 വന്ന ചോദ്യങ്ങൾ, ഇതിന് മുന്നേ വന്ന ചോദ്യം, അടുത്ത പൃഥ്വിരാജ്, അടുത്ത സുരേഷ് ഗോപി, അടുത്ത വിജയ്. നെപ്പോക്കിറ്റ് എന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൽ 2 ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം. എൻ്റെ ഇൻഡിപെൻഡൻസ് ആയാലും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ്. അത് ഞാൻ ചെയ്താലും 10 വർഷം കഴിഞ്ഞ് ഇവന് പൃഥ്വിരാജിൻ്റെ ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം. അഗൈൻ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. സൂപ്പർ സ്റ്റാർസ് ആണോ, ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ മൂവീസ് ആണോ, ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബിൾസും ടാഗ്സും ആണ്.